Hello, good morning. So today we are going to deal with COMALA by Santosh Etchikanam. I already provided an introduction to the author and also to the novel. Okay, so COMALA is a short story by Santosh Etchikanam. Like I said, he is a very famous, വളരെ famous ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ് സന്തോഷ് എച്ചിക്കാനം. അപ്പോൾ ഇൻ ദിസ് സ്റ്റോറി ഹി ഈസ് റീകൗണ്ടിങ് ദ ലൈഫ് ഓഫ് എ കോമൺ മാൻ നെയ്മഡ് കുണ്ടൂർ വിശ്വൻ. Okay, and what happened to him എന്നുള്ളത് നമുക്ക് നോക്കാം. He had been a surety to get 5,000 rupees from Vellore Service Sahakarana Bank for his childhood friend Sudhakaran. അതായത് സുധാകരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിന് വേണ്ടി നമ്മളിപ്പം ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുമ്പോൾ ഒരാൾ തിരിച്ചടയ്ക്കാൻ പറ്റും എന്നുള്ള ഇതിൽ നമ്മൾ ജാമ്യം നിൽക്കും മറ്റൊരാൾക്ക് വേണ്ടി. പലപ്പോഴും എന്താ സംഭവിക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ജാമ്യം നിൽക്കുന്ന ആളുടെ മേലാവും ഈ കടബാധ്യത മൊത്തം. ഈ ജാമ്യം നിൽക്കുന്ന ആൾ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഈ പേഴ്സൺ അത് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഐ ആം റെസ്പോൺസിബിൾ, ഐ വിൽ പേ ഇറ്റ് ബാക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഈ ജാമ്യം നിൽക്കുന്നത്. അപ്പോൾ ഈ കുണ്ടൂർ വിഷ്ണുവും അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിരുന്ന സുധാകരന് വേണ്ടി ഇത്തരത്തിലൊരു ജാമ്യം നിൽക്കുകയാണ്. പക്ഷെ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ സുധാകരൻ അദ്ദേഹത്തെ പറ്റിച്ചിട്ട് പോവാണ്. ഏറ്റവും അവസാനമാണ് വിശ്വന് മനസ്സിലാവുന്നത് ഏകദേശം ഈ 5,000 റുപ്പി എടുത്തത് ഏകദേശം 1 lakhോളമായി മാറിയിരിക്കുന്നു. ആൻഡ് സുധാകരൻ ഡിഡ് നോട്ട് ഈവൻ പെയ്ഡ് എ സിംഗിൾ പേയ്മെൻറ്റ്, ഒരു സിംഗിൾ ഇൻസ്റ്റാൾമെൻറ്റ് പോലും ആൾ അടച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഈ കടബാധ്യത മൊത്തം ആരുടെ മേലിലേക്ക് വരികയാണ്? കുണ്ടൂർ വിശ്വൻ്റെ മേലിലേക്ക് വരികയാണ്. അപ്പോൾ he put a notice board in front of his house saying that on August 15th 12 a.m. he and his family would commit suicide due to debt cost. അതായത് അദ്ദേഹം വീടിൻ്റെ മുമ്പിൽ ഒരു ബോർഡ് തൂക്കി. എന്നിട്ട് അതിൽ എന്താ എഴുതിയിരിക്കുന്നത്? 15 ഓഗസ്റ്റ് സ്ട്രോക്ക് ഓഫ് മിഡ് നൈറ്റ് മീൻസ് 12 PM. അപ്പോൾ ആള് സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യും, 12 AM സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഒരു ബോർഡ് തൂക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു സെൻസേഷണൽ ന്യൂസായിട്ട് മാറുകയാണ്. ന്യൂസ് മീഡിയ ഒക്കെ അത് സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ആ ചർച്ചകളിൽ ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റാൻസ തന്നെ ഒരു ന്യൂസ് ബ്യൂറോ റിപ്പോർട്ടിംഗ് അല്ലെ, നമ്മളിപ്പം ഒരുപാട് ചാനൽ ചർച്ചകൾ കാണുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ അവർ ന്യൂസ് റിപ്പോർട്ടിംഗ് ചെയ്യുന്ന ഒരു ഫോർമാറ്റിലാണ് ദ ഫസ്റ്റ് പാരഗ്രാഫ് ഇറ്റ് സെൽഫ് ഇസ് ഗിവൻ ഹിയർ. അപ്പോൾ ലെറ്റ് us move to that paragraph. Okay. So I hope I will be reading in the same format. Like ഒരു ന്യൂസ് റൂമിൽ എങ്ങനെ വായിക്കാം ആ ഫോർമാറ്റിൽ തന്നെ വായിക്കാനായിട്ട് I will try my level best. Kundu Vishwan is a 45-year-old man who attracted media attention with a board hung in front of his house saying, owing to serve debt, we will commit collective suicide at the stroke of midnight on 15th August. This public declaration is a pointer to the economic, social, and psychological inequalities that contemporary Kerala faces. Will Vishwan and his family die or not? To answer this question that is disturbing our sleep, we have Sri Vishwan on the line with us. What will be the consequences if such a weird threat turns real on the 59th Independence Day of India? And who will be at fault? The Vellore Service Cooperative Bank or Sudhakaran, son of Kunyaman, residing at Vellore A survey number 125683, who bore out has 50,000 with the Vishwan standing surety? To speak about the various aspects of this problem that Kerala is following with a great deal of interest and anxiety, we have with us in the studio Dr. C. Nandakumar, well-known psychologist, writer and social activist, Sri Madhavan Nair, Secretary, Vellore Cooperative Bank, and Sri Alex Punnos of the National Crime Records Research Bureau. And on the telephone line, we have Sri Kundu Vishwan and Advocate Fatima Begum. News time continues after a short break. Okay. അതായത് എന്താ ഇവിടെ പറയുന്നത്? അതായത് കടബാധ്യത മൂലം ഈ വരുന്ന ആഗസ്റ്റ് 15 പുലർച്ചെ 12 കൂട്ട ആത്മഹത്യ ചെയ്യുമെന്ന് സ്വന്തം വീടിന്റെ മുന്നിൽ ഒരു ബോർഡ് എഴുതി വെച്ച് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് 45-കാരനായ കുണ്ടൂർ വിശ്വൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് കണ്ടംപററി കേരള, ഈ വർത്തമാന സമൂഹത്തിൻ്റെ സാമ്പത്തികവും അതുപോലെ തന്നെ സാമൂഹികവും അതുപോലെ തന്നെ മാനസികമായ ഈ പലതരത്തിലുള്ള അസമത്വങ്ങൾ, പലതരത്തിലുള്ള ഇൻഇക്വാലിറ്റീസിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വിശ്വന്റെ കുടുംബം മരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ ന്യൂസ് അവർ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 59th ഓഗസ്റ്റിന് സ്വാതന്ത്ര്യ ദിനത്തിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ എന്താണ് നമ്മുടെ ഒരു ഫ്യൂച്ചർ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് ഓൺ ദ ഡെസ്ക് വി ഹാവ് സോ മെനി മെമ്പേഴ്സ്. അതായത് വെല്ലൂർ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ
സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ മാധവൻ നായരുണ്ട്. അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റ്, റൈറ്റർ ആൻഡ് സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ശ്രീ നന്ദകുമാറുണ്ട്. അതുപോലെ ശ്രീ അലക്സ് പുന്നൂസ്, ഹു ഇസ് ദ ഫ്രം ദ നാഷണൽ ക്രൈം റെക്കോർഡ്സ് റിസർച്ച് ബ്യൂറോ. അതുപോലെ തന്നെ നമുക്ക് ടെലിഫോൺ ലൈൻ ഇങ്ങനെ ഒരു ബോർഡ് എഴുതി തൂക്കിയിട്ടുള്ള ശ്രീ കുണ്ടൂർ വിശ്വനുണ്ട്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഫാത്തിമ ബിഗം. ഇത്രയും പേരാണ് ഈ ഒരു ചർച്ചയ്ക്കായിട്ട് വന്നിട്ടുള്ളത്. So we are with you to make your dream home a reality. Mulur Towers and Residency, better locations, better lifestyle creations for generations. ഓക്കെ, അപ്പോൾ ഇവിടെ അതിനുശേഷം ഒരു ആഡാണ് പറയുന്നത്, നിങ്ങളുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഞങ്ങളെ കൺസൾട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു വീട് തന്നെ നഷ്ടപ്പെടും, അതിനെ ചൊല്ലി ഒരാൾ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അതിന് എന്താ പറയുക, അതിനൊരു വിരോധാഭാസമായിട്ടുള്ള തീർത്തും പാരഡോക്സിക്കലായിട്ടുള്ള ഐറോണിക്കലായിട്ടുള്ള ഒരു ആഡാണ് അവർ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മുള്ളൂർ ടവേഴ്സ് ആൻഡ് റെസിഡൻസി, ബെറ്റർ ലൊക്കേഷൻസ്, ബെറ്റർ ലൈഫ് സ്റ്റൈൽ ക്രിയേഷൻസ് ഫോർ ജനറേഷൻസ് എന്നുള്ള ഒരു ടാഗ് ലൈനോട് കൂടി അവരുടെ ആഡ് വരുന്നു. ന്യൂസ് ടൈം കണ്ടിന്യൂസ്. ശ്രീ വിശ്വൻ, can you hear me? What exactly happened? Could you tell us something about your family background? ഓക്കെ, അതായത് ന്യൂസ് ടൈം തുടരുകയാണ്. വിശ്വൻ പറഞ്ഞു അല്ലേ, ദാറ്റ് ഹീസ് ഓൺ ദ ടെലിഫോൺ. അവളോട് ചോദിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, നിങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അപ്പോൾ ഹീ ഈസ് ടോക്കിംഗ്. ഹി സേസ്, ഐ എം വിശ്വൻ ഫ്രം കുഞ്ചർ. യെസ് വിശ്വൻ, വി ക്യാൻ ഹിയർ യു, ഗോ ഓൺ. I have a wife and 2 daughters. Had to put together the 7.5 cent plot and a house towing. Not been plastered yet. Somehow managed to concrete roofing and started living last Tulam. If the bank takes it away, there is no other way but suicide. അതാണ് പറയാണ്, ഇൻ മൈ ഫാമിലി എനിക്കൊരു ഭാര്യയും 2 പെൺകുട്ടികളാണുള്ളത്. വളരെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ലൈഫാണ്. അതായത് എന്താ പറയുക, ഭക്ഷണമൊന്നും കഴിക്കാതെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആൾ ഈ 7.5 സെൻറ്റും വീടും ഉണ്ടാക്കിയത്. ഈ വീടാണെങ്കിൽ തേച്ചിട്ട് പോലും ഇല്ല, ഒരു റൂഫിംഗ് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ തുലാം മുതലാണ് ഇവരിവിടെ താമസം തുടങ്ങിയിരിക്കുന്നത്. ഇത് ബാങ്ക് കൊണ്ടുപോവുകയാണെങ്കിൽ, അത്രയും കഷ്ടപ്പെട്ട് അത്രയും പട്ടിണി കിടന്ന് അവരുണ്ടാക്കിയ ഈ വീട് ബാങ്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് സൂയിസൈഡ് അല്ലാതെ മറ്റൊരു മാർഗ്ഗവും ഇല്ല എന്നാണ്. വിശ്വൻ, ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു ദിസ് ഡെപ്റ്റ് ട്രാപ്പ്? Didn't get into it, was forced into it. My friend Sudhakaran, I shifted to Kundur 2 years ago. We studied together, sitting at the same bench in the government high school Vellore. I have still not forgotten what Budwal sir taught us. Helping others is an act of holiness. It's the same sentence that Sudhakaran uttered, squeezing my palm after getting my signatures as a first surety one day. In my house, after a lot of weeping and crying. അപ്പോൾ ഈ ട്രാപ്പിലേക്ക് എങ്ങനെ പോയി എന്ന് പറയുമ്പോൾ അവർ പറയുകയാണ്, ഇതിൽ ഞാൻ പോയി പെട്ടതല്ല, എന്നെ ശരിക്കും പെടുത്തിയതാണ്. ഇതിന് കാരണം ആരാണ്? ഇറ്റ്സ് മൈ ഫ്രണ്ട് സുധാകരൻ. ആൻഡ് ദേ ഗോട്ട് ഷിഫ്റ്റഡ് ടു കുണ്ടൂർ. ദേ സെറ്റിൽഡ് ഇൻ ദ പ്ലേസ് കോൾഡ് കുണ്ടൂർ 2 years ago. Sudhakaran and this person, Kundur Vision, they studied together in the same bench. And ആൾ പറയാണ്, that I still remember the words of my sir Pudwal, who said that helping others is an act of holiness. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പരോപകരമായിട്ടുള്ള ഒന്നാണ്. പരോപകരമേ പുണ്യം എന്നാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത്. ഈ ഒരു ഷുവറിറ്റി, ജാമ്യം നിൽക്കാൻ വേണ്ടി സുധാകരൻ എൻ്റെ കൈ പിടിച്ച് മാപ്പ് പറയില്ല, കൈ പിടിച്ച് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞതാണ്, നീ പരോപകാരം ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ച് ചെയ്തതാണ്. ഹെൽപ്പിംഗ് അതേഴ്സ് ഈസ് an act of holiness and sin is hurting others. I will never forget this help. And he wiped his tears. Never forget to ask me if you need anything. 3 years later, when a bank notice arrived with the figures 50,000 and interest, I asked him, I have 2 daughters, Sudhakaran, have you turned us homeless? അപ്പോൾ നീ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പുണ്യമാണ്. മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുക എന്ന് പറയുന്നത്, അവരെ വേദനിപ്പിക്കുക എന്ന് പറയുന്നതല്ലേ പാപം. നീ ചെയ്ത പരോപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ണും തുടച്ച് പോയതാണ്. അതുപോലെ തന്നെ അവൻ എന്നോട് പറഞ്ഞു, നെവർ ഫോർഗെറ്റ് ടു ആസ്ക് മീ ഇഫ് യു നീഡ് എനിത്തിങ്. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞു പോയതാണ്. പക്ഷെ 3 വർഷത്തിന് ശേഷം ഒരു ബാങ്ക് നോട്ടീസ് വന്നപ്പോൾ 50,000 രൂപയും അതിൻ്റെ ഇൻട്രസ്റ്റും ചേർത്ത് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാങ്ക് നോട്ടീസ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ പെട്ടുപോയി എന്നുള്ളത്. ഞാൻ അവനോട് ചോദിച്ചു, എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത് അല്ലേ, ഞാൻ ഇനി പെരുവഴിയിലാക്കുകയാണോ സുധാകര എന്ന് ഞാൻ ചോദിച്ചു. All right, Vishwan, we will get back to you. Madhavan Nair, Secretary, Vellore Service Cooperative Bank, is here with us. Sri Nair, an innocent man is going to commit suicide because of the bank. Well, you are the secretary. How do you respond to this? അതായത് നിങ്ങളുടെ ബാങ്കിൽ നിങ്ങളാണല്ലോ ഈ ബാങ്കിൻ്റെ എന്താ പറയുക സെക്രട്ടറി.
ആ ബാങ്കിൽ നിന്നും ലോൺ എടുത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതിന് ജാമ്യം നിന്നതിൻ്റെ പേരിൽ ഒരു വ്യക്തി ഇത് ആത്മഹത്യ ചെയ്യാൻ പോവാണ്, നിങ്ങൾ എങ്ങനെ ഇതിന് റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് പറയാണ്, ചോദിക്കുകയാണ്. Okay, he says, we can act only under the Cooperative Bank Act. It was Sudhakaran who obtained the loan. If he fails to repay the loan, it is imperative that the first surety repay the capital and the interest amounting to rupees 90,345. Or else, the bank can do nothing except confiscate Vishwan's house and the surrounding plot. This is an act. This is their rule. Sudhakaran and the person who obtained the loan. അപ്പോൾ ഇഫ് ഹീ ഫെയിൽ ടു റീപേ ദ ലോൺ, ദാറ്റ് മീൻസ് ആൾക്ക് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ആരാണ് അടയ്ക്കേണ്ടത്? ഫസ്റ്റ് ഷ്യൂരിറ്റി. ആദ്യം 2-3 പേര് ജാമ്യം നിൽക്കുന്നുണ്ട് ചില കേസുകളിലൊക്കെ. അപ്പോൾ ആദ്യം ജാമ്യം നിന്ന ആളാണ് ആ ക്യാപിറ്റൽ എമൗണ്ടും അതിന് ഇൻട്രസ്റ്റും അയക്കേണ്ടത്. അപ്പോൾ ഏകദേശം 90,345, ഏകദേശം 1 lakhിനടുത്തോളം ബാങ്കിന് പൈസ കിട്ടേണ്ടതായിട്ടുണ്ട്. ഈ പൈസ ഇവർ 2 പേരിൽ ഒരാൾ അടയ്ക്കുന്നില്ലെങ്കിൽ ജാമ്യ വസ്തുവായിട്ട് വെച്ചിരിക്കുന്നത് സുധാകരൻ്റെ വീടും പറമ്പുമാണ്. അത് പിടിക്കുക എന്നുള്ളത് മാത്രമാണ് ബാങ്കിന് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, ഡിഡ് യു ഇൻഫോം വിശ്വൻ അബൌട്ട് ദ ഗ്രാവിറ്റി ഓഫ് ദ സിറ്റുവേഷൻ? കോൺഫിസ്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്, ജപ്തി ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ. ഗ്രാവിറ്റി ഓഫ് ദ സിറ്റുവേഷൻ മീൻസ് ഈ സംഭവത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് നിങ്ങൾ ജാമ്യം നിൽക്കുന്നതിന് മുമ്പായിട്ട് വിശ്വനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നു എന്ന് ചോദിക്കുകയാണ്. സർട്ടൻലി വി ഹാവ് ഫോളോഡ് ഓൾ ദ ബാങ്ക്സ് പ്രൊസീജിയേഴ്സ് ഇൻക്ലൂഡിംഗ് സെൻഡിങ് ദ രജിസ്റ്റേർഡ് നോട്ടീസ്. റിപ്പീറ്റ് ആയിട്ടുണ്ട്. We tried our best to defer the confiscation. We gave Vishwan enough and more time. All he could repay, however, was a mere 7,000. Now with the interest, it again goes up to 90,000. എന്ന് പറയണം. അതായത് തീർച്ചയായും ഞങ്ങൾ വിശ്വനെ ഇത് ഇൻഫോം ചെയ്തിട്ടുണ്ട്. പല പ്രാവശ്യം രജിസ്റ്റർ നോട്ടീസും അതിൻ്റെ പല പ്രൊസീജിയേഴ്സും ഉണ്ട്, അതെല്ലാം ഞങ്ങൾ പാലിച്ചിട്ടുണ്ട്. ജപ്തി പരമാവധി നീട്ടിവെക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പൈസ അടയ്ക്കാനായിട്ട് വിശ്വന് വേണ്ടത്ര സമയം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അയാൾ തിരിച്ചടച്ചത് വെറും 7,000 രൂപയാണ്. അത് ഇപ്പോൾ പലിശ അടക്കം തന്നെ വീണ്ടും 90,000-ലെത്തി. അതായത് 93,000 ആയിരുന്നു, അതിൽ 7,000 രൂപയോളം അയാൾ തിരിച്ചടച്ചു. പക്ഷേ വീണ്ടും ഈ പലിശ എന്ന് പറയുന്നത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അത് വീണ്ടും എത്രയായി? 90,000 രൂപയിൽ തന്നെ എത്തിയിട്ടുണ്ട്. Okay, let us get back to Vishwan. Hello, Vishwan. You heard what the bank secretary said? പറഞ്ഞത് കേട്ടല്ലോ. Yes, sir. What he said is right. He can be contemptuous saying a mere 7,000. But do you know how much my Radha had toiled and tailored to raise that money? At last, with her knees swollen, she had to take medicine from the Palakara Vaidya for a week. Within me, there is a poor good man, sir. Isn't that the reason why I took 7,000 or whatever it is to the bank and stood bowing before the secretary? Is there a greater humiliation in this world than a man bowing before another? I suffered it too for Sudhakaran's sake. Now all I have left with is this house and the plot of land. He says what he said. The secretary said is right. വെറും 7,000 രൂപയാണ് അടച്ചത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ പുച്ഛിക്കുകയാണ് ചെയ്തത്, അല്ലേ? പക്ഷെ 3-4 കൊല്ലം എൻ്റെ വൈഫ് ഒരുപാട് ഭയങ്കര, അത് മേ ബി ഷീസ് എ ടൈലർ ഓർ സംതിങ്, ഒരുപാട് കഷ്ടപ്പെട്ട് തുണി ഒക്കെ തയ്ച്ചിട്ടാണ് ഇത്രയും പൈസ ഉണ്ടാക്കിയത്. ഒടുവിൽ മുട്ടിന് നീര് വന്ന് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി. ഇപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, പൊള്ളക്കട വൈദ്യരുടെ മരുന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉള്ളിലുള്ള മനുഷ്യൻ, അതായത് ഞാൻ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു ആളാണ് സാറേ. അതുകൊണ്ടാണ് ഈ 7,000 എങ്കിൽ 7,000 എന്ന് പറഞ്ഞിട്ട്, അത് ഞാൻ ഇന്നസെൻ്റ് ആണ്. അത് ബാങ്കിൽ നിന്ന് ഞാൻ അടയ്ക്കേണ്ട പൈസയല്ല, എൻ്റെ ഫ്രണ്ട് അടയ്ക്കേണ്ട പൈസ. എങ്കിൽ പോലും ഞാൻ ഭയങ്കര ഇന്നസെൻ്റ് ആയതുകൊണ്ടാണ് ഈ 7,000 രൂപയെങ്കിൽ 7,000 രൂപ ഞാൻ കൊണ്ടുപോയി തിരിച്ചടച്ചതും അതുപോലെ സെക്രട്ടറിയുടെ മുന്നിൽ ഇങ്ങനെ കൈകൂപ്പി നിന്നതും. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ മുമ്പിൽ ഇങ്ങനെ താണുകയാണ് നിൽക്കുന്നത്, എത്രമാത്രം നാണക്കേട്, അതിൽ പരം നാണക്കേടുള്ള ഒരു കാര്യം ഉണ്ടോ ഈ ലോകത്ത് എന്ന് ചോദിക്കുകയാണ്. പക്ഷെ ഞാൻ ഇതെല്ലാം സഹിച്ചത് സുധാകരന് വേണ്ടിയിട്ടാണ്. എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല, ഈ വീടും പറമ്പും മാത്രമാണ് എനിക്കുള്ളത് എന്ന് പറയാം. ഓക്കെ, I will stop this video here.